ഹലോ ഗായ്സ്, നമ്മളിന്ന് ഇൻവേർനസിൽ നിന്ന് നേരെ പോകുന്നത് എഡിംബ്രയിലോട്ടാണ്. ലാസ്റ്റ് 2 ഡേയ്സ് ലേറ്റ് ആയിട്ട് ഞാനാണ് റെഡിയായി ഇറങ്ങുന്നത് എന്നുള്ള ചേട്ടൻ്റെ കംപ്ലൈൻറ്റ് പ്രകാരം ഇന്ന് എല്ലാവരിലും മുന്നേ ഞാൻ നേരത്തെ റെഡിയായി നിന്നതാട്ടോ. പിന്നെ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ഈ കാരവാന് 110 പൗണ്ടായിരുന്നേ. ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് 160 പൗണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹർഷയുടെ പ്ലാൻ അനുസരിച്ച് ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് നാഷണൽ പാർക്കിലാണ്. പിന്നീട് അവിമോറിൽ ചെന്ന് ഫോറസ്റ്റ് വാക്കും ലേക്ക് സൈഡ് വ്യൂവും കണ്ട് നേരെ എഡിംബ്രയിൽ ചെന്ന് കാൽട്ടൺ ഹില്ലും റോയൽ മൈൽസും സെന്റ് ജോയ്സ് കത്തീഡ്രലും കാണാനായിരുന്നേ. ഇതൊക്കെയായിരുന്നു പ്ലാൻ എങ്കിലും സമയത്തിന്റെ ഒരു ചെറിയ പ്രോബ്ലം കൊണ്ട് ഞങ്ങൾ ഈ പ്ലാനിൽ വലിയൊരു മാറ്റോട്ടം ഉണ്ടാക്കിയത്. ഇൻവേർനസിലുള്ള നാഷണൽ പാർക്ക് കാണണമെങ്കിൽ കുറഞ്ഞത് രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ എഡിംബ്രയിലോട്ട് പോകുവാണേ. ഇന്ന് നമ്മൾ പോകുന്ന വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്ത് പരിപാടിയാണെങ്കിലും വിശന്നിട്ട് സഹിക്കാൻ പറ്റാണ്ട് ഞങ്ങള് 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഗ്രെക്സിന്റെ ഫ്രണ്ടിലാണ്. ബിരിയാണി അതിപ്പല്ല മക്കളെ, അത് എഡിംബ്രയിൽ ചെന്നിട്ട് ഇൻവേർനസിൽ നിന്ന് എഡിംബ്രയിലോട്ട് 3 മണിക്കൂറാട്ടോ ഡ്രൈവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴി റെക്സിൽ നിർത്തി അവരവർക്ക് വേണ്ട ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാനൊരു ലാറ്റയും പിന്നെ ഒരു ചിക്കൻ്റെ ഒരു സംഭവമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ടേക്ക് അവേ എടുത്ത് എല്ലാവരും വണ്ടി വന്നിരുന്ന ആട്ടോ ഫുഡ് കഴിച്ചത്. ഞങ്ങൾ 4 പേരും 4 വെറൈറ്റി സാധനങ്ങളാട്ടോ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. അതൊരു നല്ല ഐഡിയ ആണല്ലേ. നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ എല്ലാവരും വെറൈറ്റി ഡിഷസ് ആണ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാലോ. ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ വീക്കെൻഡ് ആട്ടോ ഈ ട്രിപ്പ് പോയത്. നിങ്ങൾ സ്കോട്ട്ലാൻഡ് കാണാൻ വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്ക് ഓർ ഒരു 5 ഡേയ്സ് എങ്കിലും മിനിമം നിങ്ങൾ ലീവ് എടുത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ ട്രിപ്പിന് വരാൻ. ഞങ്ങൾക്ക് 4 പേർക്കും പിറ്റേ ദിവസം ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എഡിംബ്രയിൽ നിന്ന് ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങിയാലേ നമ്മളെ വീട്ടിൽ ഒരു 1 മണിക്കെങ്കിലും എത്തത്തുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന എഡിംബ്ര സ്കോട്ട്ലാൻഡിലെ ക്യാപിറ്റൽ സിറ്റിയാണ്. എഡിംബ്രയിലെ ഭംഗി അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും സമ്മറിൽ വേണം കേട്ടോ പോകാനായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ലുക്കാണ് ഫുള്ളി ആ ഒരു പ്ലേസ് ഫുള്ളായിട്ട്. സത്യം പറഞ്ഞാൽ പോകുന്ന വഴി ഓരോ കോർണറും കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് കണ്ട് തന്നെ അറിയണം, അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇനി ഞാനൊരു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ എന്തായാലും എഡിംബ്രയിൽ പോയി ഒരു 3 ദിവസമെങ്കിലും ഞാൻ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. സ്കോട്ട്ലാൻഡിലെ ഈ ഒരു സിറ്റിയിൽ ടൂറിസ്റ്റേഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ നല്ല തിരക്കും പോരാത്തതിന് പിക്ക് പോക്കറ്റ്സും കൂടുതലാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴി ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ എന്തൊക്കെയാണ് ആരൊക്കെ വന്ന് അടിച്ചോണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എഡിംബ്രയിൽ എത്തി കാറ് പാർക്ക് ചെയ്ത് വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷനായ എഡിംബ്രയിലെ കാസിലോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, മറ്റ് യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലാൻഡിലെ പോപ്പുലേഷനിലാട്ടോ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, സ്കോട്ട്ലാൻഡിലെ ഹിസ്റ്ററിയിലുള്ളതാട്ടോ. അങ്ങനെ നമ്മൾ നടന്നതേ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള എഡിംബ്ര കാസിലെത്തിയേ. കാസിൽ കാണാനായിട്ട് കുറെ ടൂറിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരാൾക്ക് 24 പൗണ്ടാണ് വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊരു 2500 രൂപയോളം വരും. നമ്മൾ കാസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ദി സ്കോട്ടിഷ് വിസ്കി എക്സ്പീരിയൻസ് ചെയ്യാനാട്ടോ. വേണമെങ്കിൽ അങ്ങനെയും പറയാം, പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ അവിടെ കണ്ട എല്ലാ വിസ്കിക്കും എബൌട്ട് 10,000 റുപ്പീസ് ആയിരുന്നേ. നമ്മൾ 4 ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഈ കാണുന്നതാട്ടോ വിക്ടോറിയ ഗോതിക് മോണ്യുമെന്റ്. ഈ ഒരു സ്മാരകം സ്കോട്ടിഷ് ഓതറായിട്ടുള്ള സർ വാൾട്ടർ സ്കോട്ടിന് വേണ്ടിയിട്ട് പണിതതാണേ. നമ്മൾ അവിടെ നിന്ന് നേരെ അടുത്തുള്ളൊരു ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ടാട്ടോ വന്നത്. ഇവിടെ ഗാർഡൻ അവേഴ്സ് വരുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ആട്ടോ. ഈ ഒരു ഗാർഡൻ സ്ഥാപിച്ചത് 1670-ലാണ്. ഇതിപ്പോൾ വേൾഡിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ആയിട്ടാട്ടോ അറിയപ്പെടുന്നത്. 72 ഏക്കറിൽ വരുന്ന ഈ ഒരു ഗാർഡനിൽ 1 ലക്ഷത്തോളം ഡിഫറെന്റ് പ്ലാന്റ് സ്പീഷീസ് ആട്ടോ വരുന്നത്. പിന്നെ ഗാർഡനിലോട്ടുള്ള എൻട്രി നമുക്ക് ഫ്രീ ആണേ. കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും പിടിക്കൂട്ടോ ഈ ഒരു ഗാർഡൻ ഫുള്ളി കണ്ടിറങ്ങണമെങ്കിൽ. ഇവിടെ ഈ ഗാർഡൻ ഫുള്ളി അവർ നല്ല അടിപൊളിയായിട്ടാട്ടോ വെട്ടി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗാർഡനിലോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു കഫറ്റേരിയയും കൂടെ ഉണ്ടായിരുന്നേ. നമ്മൾ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, അവിടെ നിന്ന് നേരെ ഇറങ്ങി. നമ്മൾ നേരെ പോകുന്നത് പതിവ് പോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ കണ്ടുപിടിച്ചൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാട്ടോ. ഇപ്പോൾ സമയം വന്നിട്ട് 4 മണിയായേ.
നമ്മുടെ ഒരു പ്ലാനിങ് വെച്ച് 5 മണിക്ക് വേണം എഡിൻബറയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. നോക്കിക്കേ, ഞാനില്ലേ ഇവരുടെ വീഡിയോയിൽ കണ്ടായിരുന്നേ അത് ഞാൻ ചേട്ടനെ നോക്കിയിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ആക്ഷൻ കാണിച്ചതാട്ടോ. അവിടുത്തെ മെനു എല്ലാം നോക്കി ഞങ്ങൾ അങ്ങനെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാൽ പൊറോട്ടയും ചട്ടിച്ചോറും അതുപോലെ തന്നെ മന്തിയും ഓർഡർ ചെയ്തായിരുന്നേ. ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ലോണ്ടിസി കയറി കുറച്ച് സ്നാക്സും മേടിച്ച് നേരെ വീട്ടിലോട്ട് പോകുവാണേ. എഡിൻബറയിൽ നിന്ന് നമുക്കൊരു 7 മണിക്കൂറാട്ടോ ഡ്രൈവ് വരുന്നത്. പോകുന്ന വഴി ഞങ്ങൾ കല്യാണരാമൻ സിനിമയൊക്കെ കണ്ടാണേ പോയത്. ട്രിപ്പ് തയ്യാറായപ്പോഴേക്കും എപ്പോഴത്തേയും പോലെ ട്രിപ്പ് കഴിയുമ്പോൾ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പോരാത്തതിന് നാളെ ഞങ്ങൾക്ക് ഷിഫ്റ്റും, അതിൻ്റെ ഒരു മടിയും ചെറുതായിട്ടുണ്ടായിരുന്നേ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം തിരിച്ച് വീട്ടിൽ ചെന്ന് സുഖമായിട്ട് ഉറങ്ങാമെന്നുള്ളതായിരുന്നേ. 4 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മൾ വീണ്ടും ഒരു സർവീസിൽ കയറിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ആയിരുന്നേ വീട്ടിലോട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. ബൈ ബൈ.